മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് കേരള ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് നൽകിയിരിക്കുന്ന ഹർജി സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കുന്നതായിരിക്കും. ജസ്റ്റിസുമാരായ മനോജ് മിശ്രയും ഉജ്ജ്വൽ ഭുയാനും അടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. കേരള വഖഫ് സംരക്ഷണ വേദി എന്ന സംഘടനയാണ് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് ഈ സംഘടനയുടെ ആവശ്യം. എന്നാൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാരും ഈ മുനമ്പത്തെ ചില ഭൂ ഉടമകളും സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ മുനമ്പത്തെ വഖഫ് ഭൂമി അല്ല എന്ന ഹൈക്കോടതി ഉത്തരവ് അധികാര പരിധി മറികടന്നുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവെന്നാണ് ഈ ഹർജിക്കാർ ആരോപിക്കുന്നത്. അതായത് വഖഫായി ഒരു ഭൂമി വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സ്വഭാവം സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടായാൽ അതിൽ തീരുമാനമെടുക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലാണ് എന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ആ വ്യവസ്ഥ മറികടന്നുകൊണ്ടാണ് ഭരണഘടനയുടെ 226 അനുച്ഛേദ പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വമേധയാ കേരള ഹൈക്കോടതി ഈ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന ഉത്തരവിറക്കിയിരിക്കുന്നതെന്നാണ് ഹർജിക്കാർ പറയുന്നത്. ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നും ഹൈക്കോടതിക്ക് അത്തരമൊരു ഉത്തരവിറക്കാൻ വേണ്ടി അധികാരമില്ല എന്നുമാണ് ഈ ഹർജിക്കാർ പ്രധാനമായും ആരോപിക്കുകയും ചെയ്യുന്നത്. ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുടെ നേതൃത്വത്തിലൊരു ജുഡീഷ്യൽ കമ്മീഷനെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമായി കേരള സർക്കാർ നിയമിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ഈ വഖഫ് സംരക്ഷണ വേദി ആദ്യം കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ജസ്റ്റിസ് രാമേന്ദ്രൻ നായരുടെ നിയമനം ഈ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. അതിനെതിരെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ പോവുകയും ഡിവിഷൻ ബെഞ്ച് ആ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരുടെ നിയമനം ശരിവയ്ക്കുകയും അതുപോലെ തന്നെ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ മറ്റന്നാൾ കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ഈ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുടെ നിയമനത്തിനെ സാധൂകരിക്കുന്നതിനപ്പുറം ഈ മുനമ്പത്തെ ഭൂമി സംബന്ധിച്ചുള്ള വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നത് സംബന്ധിച്ചുള്ള എന്ത് നിലപാട് വ്യക്തമാക്കുമെന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം കേരള ഹൈക്കോടതിയിൽ ഇത് വഖഫ് ഭൂമി അല്ല എന്നൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ഹൈക്കോടതി അത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് നിലപാടായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം. ഈ കേസിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയുമാണ് ഹാജരാകുക എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഈ മുനമ്പത്തെ ഭൂ ഉടമകൾക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ഈ V ചിദംബരേഷും സുപ്രീം കോടതിയിൽ ഹാജരാകുകയും ചെയ്യുന്നതായിരിക്കും. ഏതായാലും മുനമ്പം കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു നടപടിക്കാണ് മറ്റന്നാൾ സുപ്രീം കോടതി വേദിയാകാൻ വേണ്ടി പോകുന്നത്. സുപ്രീം കോടതി ഇതിൽ എടുക്കുന്ന നിലപാട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.